കൂട്ടുകാരെ, ഈ ദിവസങ്ങളിൽ എൻ്റെ സന്തോഷത്തിൻ്റെ അളവ് വർദ്ധിച്ചിട്ടുണ്ട്. നിങ്ങൾ കാണുവാൻ സാധിക്കും, ഞാൻ നിൽക്കുന്നതിൻ്റെ പുറകിൽ ഒരു തൂക്കിയിട്ടിരിക്കുന്ന ചെടിച്ചട്ടി. ഈ ചെടിച്ചട്ടിയിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ട് കൊച്ചു കിളികൾ കൂട് ഒരുക്കുവാൻ തുടങ്ങി. ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ഇരിക്കുന്നതിൻ്റെ തൊട്ടടുത്താണ് ഈ ചെടിച്ചട്ടി. ഞാൻ ഉപയോഗിക്കുന്ന മേശയും കസേരയും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. ഈ കൂട് ഒരുക്കുവാൻ ഈ കുഞ്ഞു കിളികൾ വന്നപ്പോൾ അവരെന്നെ ശ്രദ്ധിച്ചു. എങ്കിലും യാതൊരു ഭയവും കൂസലും കൂടാതെ അവർ ഈ കൂട് ഒരുക്കുവാൻ തുടങ്ങി. ഇപ്പോൾ കൂടിൻ്റെ ആ പണിയൊക്കെ പൂർത്തിയായി. ഈ രണ്ട് കിളികളും സന്തോഷത്തോടെ അകത്തുണ്ട്. എന്നെ അതിശയിപ്പിച്ചതും എന്നിൽ സന്തോഷം ഉളവാക്കിയതുമായ കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോ കാണിച്ചുകൊണ്ട് പറയാം. ഈ കിളികൾ എങ്ങനെയാണ് കൂട് ഒരുക്കുന്ന രീതി നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഒരു കിളി പുറത്തേക്ക് പോകുന്നു. കൂട് നിർമ്മിക്കുവാൻ ആവശ്യമായ സാധനങ്ങൾ ചകിരിയും ഇലകളും കൊണ്ടുവരുന്നു. കൂട്ടിലുള്ള കിളി അത് വാങ്ങി കൂട് ക്രമീകരിക്കുന്നു. ഏതാനും ദിവസം ഇവർ കൂട് ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അവർ എന്നെയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഏതൊരു കൂസലും ഭയവും കൂടാതെ അവർ അവരുടെ ജോലിയിൽ മുഴുകി. കൂട് നിർമ്മാണം പൂർത്തിയാക്കി ഇപ്പോൾ രണ്ടുപേരും അതിൽ സുഖമായി കഴിയുന്നു. ഈ കിളികൾ കൂടുണ്ടാക്കുന്നതും ഉണ്ടാക്കുവാൻ ആവശ്യമായ സാധനങ്ങൾ കൊണ്ടുവരുന്നതും കണ്ടിരിക്കുന്നത് നല്ലൊരു അനുഭവമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പുഞ്ചിരിക്കുമായിരുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. ഈ കിളികളുടെ മനോഭാവത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുവാൻ തുടങ്ങി. ഇവരുടെ ഈ പ്രവൃത്തിയിൽ നിന്നും മനുഷ്യരായ നമുക്ക് എന്തെങ്കിലും പഠിക്കുവാനുണ്ടോ? എന്നെ സ്വാധീനിച്ച ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം. ഒന്നാമതായി എന്നെ സ്വാധീനിച്ച കാര്യം, ഈ കൂട് നിർമ്മിക്കുവാൻ ഈ കിളികൾ കാണിക്കുന്ന ഉത്സാഹവും കഠിനാധ്വാനവും തീഷ്ണതയുമാണ്. ഈ കിളികൾ കൂട് നിർമ്മിക്കാൻ കഠിനമായി ജോലി ചെയ്യുന്നു, നല്ല തീഷ്ണത കാണിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ വിജയം വരിക്കണമെങ്കിൽ കഠിനാധ്വാനം പരമപ്രധാനമാണ്. തീഷ്ണതയോടെ ജോലി ചെയ്യണം. ഏറ്റെടുക്കുന്ന ജോലികളും ജീവിതത്തിലെ ഉത്തരവാദിത്വങ്ങളും സന്തോഷത്തോടെ തീഷ്ണതയോടെ ചെയ്യണം. എങ്കിൽ വിജയം ഉറപ്പ്. രണ്ടാമതായി എന്നെ സ്വാധീനിച്ച കാര്യം ഈ കിളികളുടെ ധൈര്യമാണ്. ജീവിത വിജയത്തിന് ധൈര്യം പരമപ്രധാനമാണ്. ഒരിക്കൽ മഹാനായ APJ അബ്ദുൽ കലാം പറഞ്ഞു, ധൈര്യമാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും നല്ല ഗുണം. മറ്റെല്ലാ ഗുണങ്ങളെയും മുന്നിൽ നിന്നും നയിക്കുന്നത് ധൈര്യമാണ്. ഈ കിളികൾ ഞാൻ ഇരിക്കുന്നത് കാണുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. എങ്കിലും യാതൊരു ഭയവും കൂടാതെ ധൈര്യമായി അവർ കൂട് നിർമ്മിക്കുന്നു. ഇതിൽ നിന്നും നാം പഠിക്കേണ്ടത്, നമ്മൾ ഒരു നല്ല കാര്യം ചെയ്യാൻ തുടങ്ങിയാൽ ധൈര്യത്തോടെ ചെയ്യണം. അല്ലാതെ അയ്യോ ഞാനിത് ചെയ്താൽ വിജയിക്കുമോ, മറ്റുള്ളവർ എന്തു പറയും, പിന്നീട് ചെയ്യാം എന്നൊക്കെ ചിന്തിച്ച് അതിൽ നിന്നും പിന്മാറരുത്. ജീവിത വിജയത്തിന് ഇത് അത്യാവശ്യമാണ്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നല്ല കാര്യം ചെയ്യുവാൻ തുടങ്ങുമ്പോൾ അതിനെ നിരുത്സാഹപ്പെടുത്താൻ ഇടുങ്ങിയ മനസ്സുള്ള മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ടാകും. അവരുടെ ഉദ്ദേശം നമ്മുടെ ഉയർച്ചയെ തടസ്സപ്പെടുത്തുക എന്നതാണ്. എന്നാൽ നാം ചെയ്യേണ്ടത് അവരുമായുള്ള കൂട്ടുകെട്ട് ഇല്ലാതാക്കി നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നവരുമായി ബന്ധം പുലർത്തി മുന്നോട്ട് പോകണം. ജീവിത വിജയത്തിന് ഇത് വളരെ അത്യാവശ്യമാണ്. മൂന്നാമതായി, പ്രകൃതിയുമായി കൂടുതൽ നമുക്ക് അടുക്കാം. ആധുനിക സാങ്കേതിക വിദ്യ നമ്മുടെയൊക്കെ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു കാലഘട്ടമാണിത്.
ഏറെ പ്രത്യേകിച്ച് മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം. പലർക്കും മൊബൈൽ ഫോണിൻ്റെ അമിതമായ ഉപയോഗം ഒരു ദുശ്ശീലമായി മാറിയിരിക്കുകയാണ്. അമിതമായ മൊബൈൽ ഉപയോഗം ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാക്കുന്നു. അതുപോലെ തന്നെ ആധുനിക സാങ്കേതിക വിദ്യയുടെ അമിതമായ ഉപയോഗം നമ്മെ പ്രകൃതിയിൽ നിന്നും അകറ്റുന്നു. നമ്മുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുവാൻ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് പ്രകൃതിയാണ്. എല്ലാ ദിവസവും കുറച്ച് സമയം പൂന്തോട്ടത്തിൽ ജോലി ചെയ്യുന്നത് നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് നല്ലതാണ്. കുറച്ച് സമയം വൃക്ഷങ്ങളുടെ പച്ചപ്പ് നോക്കി നിൽക്കുന്നത് കണ്ണിന് നല്ലതാണ്. പ്രകൃതിയുടെ ദാനങ്ങളായ ചെടികളും വൃക്ഷങ്ങളും വെള്ളച്ചാട്ടവും കടലോര കാഴ്ചകളും നമ്മുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയെ മെച്ചപ്പെടുത്തുന്നു. നമ്മൾ പ്രകൃതിയുമായി അടുക്കുമ്പോൾ കിളികളെ കാണുന്നു, മൃഗങ്ങളെ കാണുന്നു. ഇവ നമുക്ക് സന്തോഷവും ആനന്ദവും നൽകുന്നു. അതുകൊണ്ട് നമുക്ക് മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കുറച്ച് പ്രകൃതിയുമായി കൂടുതൽ അടുക്കാം. കൂട്ടുകാരെ, ഈ വീഡിയോയും ഇതിലെ സന്ദേശവും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായും കൂട്ടുകാരുമായും ഈ വീഡിയോ പങ്കുവയ്ക്കുക, ഷെയർ ചെയ്യുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.